യമൻ എന്ന രാജ്യത്തെ ഹദർമൗത്ത് എന്ന സ്റ്റേറ്റിലെ തെരീം പ്രദേശത്തുള്ള ഒരു മഹാൻ റമദാൻ അടുത്തപ്പോൾ വീട്ടിലുള്ള കുട്ടികളെയെല്ലാം അടുത്തേക്ക് വിളിച്ചു. കുട്ടികളെല്ലാം സന്തോഷത്തിലാണ്. നല്ല സന്തോഷത്തിൻ്റെ വാർത്തകളായിരിക്കുമെന്ന് കരുതിയിരുന്ന അവരോട് വലിയുപ്പ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. മക്കളെ, റമദാൻ വരികയാണ്. ചെറിയൊരു വിഷമം മനസ്സിലുണ്ട്. വളരെ അത്ഭുതം കൂറിയിട്ട് കുട്ടികൾ ചോദിക്കുന്നു, ഉപ്പാപ്പ റമദാൻ വരികയല്ലേ, നമുക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ എന്ന് പറഞ്ഞപ്പോൾ, അതേ മക്കളെ, പക്ഷേ എനിക്ക് മറ്റൊരു കാര്യമുണ്ട്. വളരെയേറെ ഖുർആൻ ഓതാൻ ഇഷ്ടപ്പെടുന്നയാളും അങ്ങനെ ചെയ്യാറുമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു എനിക്ക് ഒരു പ്രത്യേക മധുരം ഖുർആൻ ഓതുന്ന സമയത്ത് എൻ്റെ നാവിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഒരു തേൻ പോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയാണ് എനിക്കുള്ളത്. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പക്ഷേ നോമ്പല്ലേ, രാവിലെ സമയങ്ങളിൽ ഖുർആൻ ഓതുന്ന സമയത്ത് ആ മധുരം എൻ്റെ നാവിൽ വരുമ്പോൾ നോമ്പിൻ്റെ മഹത്വം വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചെറിയ പേടിയിലാണ് ഞാൻ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ അള്ളാഹു തആല നൽകുന്ന പ്രത്യേകത വളരെ വലുതാണ്. അതിൻ്റെ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ബഹുമാനമാണ്. അവർക്ക് മറ്റാർക്കും നൽകാത്ത ബഹുമാനമാണ് അള്ളാഹു തആല നൽകുന്നത്. ഖുർആനിനെ ഇതേപോലെ ആവാഹിച്ച, കൽബിലേക്കെടുത്ത, സ്നേഹിച്ച ആളുകളെ ഏറെ കണ്ടിട്ടുണ്ട്. ഈജിപ്തിൽ ജീവിക്കുന്ന കാലത്ത് ഇതുപോലെ പല അനുഭവങ്ങളുണ്ടായി. ഖുർആനെ വാഹനത്തിലും യാത്രയിലും നടക്കുന്നിടത്തും കച്ചവട സ്ഥലത്തും കോളേജിലും ഡോക്ടറാവാൻ പഠിക്കുന്നവരും എൻജിനീയറാവാൻ പഠിക്കുന്നവരും എല്ലാവരുടെയും കയ്യിൽ ഒരു ചെറിയ പോക്കറ്റ് ഖുർആൻ ഉണ്ടാകും. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവർ ഓതിക്കൊണ്ടിരിക്കും. മിസ്രിലെ ആളുകൾക്ക് ഖുർആനെ വല്ലാത്ത ബന്ധമാണ്. അറബികളുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ല് വരെയുണ്ട്. ഖുർആൻ ഇറങ്ങിയത് മക്കയിലാണെങ്കിൽ അത് പാരായണം ചെയ്യപ്പെട്ടത് മിസ്രിലാണെന്ന്. അത്രയേറെ ഖുർആനെ ഇഷ്ടപ്പെടുന്നൊരു സമൂഹമാണ്. ഖുർആനില്ലാതെ ഒരു ജോലിയോ ഒരവസ്ഥയോ അവർക്ക് സങ്കല്പിക്കാൻ കഴിയുകയില്ല. അവർ ഖുർആനിനെ ആവാഹിച്ചതോ മനസ്സിലേക്ക് അടുപ്പിച്ചതോ അല്ല, ഖുർആനെ സ്നേഹിച്ചതും പ്രേമിച്ചതുമാണ്.